Hello everyone, good morning. Good morning. So this is the third day in Oman. ഞങ്ങൾ ഇന്നടത്തേക്ക് പോന്നെ Sinkhole. യെസ് സിങ്ക്ഹോൾ പിന്നെ ഡോൾഫിൻ വാച്ച്. യെസ് പക്ഷെ ടൈമായി ബോട്ട് കിട്ടുമോ ഇല്ലെന്ന് ബോട്ട് ചട്ടിപ്പോയ ഡോൾഫിൻ വാച്ച് ഗോബി. യെസ് ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒമാൻ ട്രിപ്പ് എങ്ങനെ ആൽമേ എപ്പോൾ ഇങ്ങനെ എങ്ങനെയാന്ന് വെച്ചെങ്കിൽ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒന്ന് കുളമല്ലാക്കി കൊറേ കൊല്ലായി ഞാൻ വരുന്നു അങ്ങനെ ഇക്കൊല്ലം ഇതിന് ഞങ്ങൾ പൊക്കി. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇപ്പൊ ഒമാനിൽ വന്നിട്ട് ഒമാനിൽ മറ്റത് തുള്ളുന്ന സ്ഥലമില്ല മറ്റേ ഡോൾഫിന് അടുത്തേക്ക് നോക്കാൻ പോകുന്നുണ്ട്. രണ്ടെണ്ണം ബാക്കിലുണ്ട്. പിന്നെ അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് തുള്ളുന്നി മറിയുന്നെല്ലാം കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ്. ഇതാണ് ഒമാനിലെ അമറാത്ത്. കുന്ന് കാണിച്ചു വിടാ. ഒരു മിനിറ്റ് കുന്ന് കാണിച്ചു തരാട്ടാ. സീറോൻ്റെ ഒരു താമസിക്കുന്ന ഏരിയ എന്ന് വെച്ചെങ്കിൽ ഏകദേശം നമ്മളെ മസ്കത്ത് സിറ്റി എന്ന് വെച്ചിട്ട് മസ്കത്ത് സിറ്റി എന്ന് വെച്ചെങ്കിൽ ഓവറോൾ അടിപൊളി സിറ്റിയാണ്. ഒരു കൈവെള്ളയിലുള്ളതാണ്, നമുക്കല്ല ഈസി ആക്സസ് എവ്രിവെയർ. അപ്പോൾ സംഭവം എന്ന് വെച്ചെങ്കിൽ ആ മസ്കത്ത് സിറ്റിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളോട്ട് ആണ് സീറോ താമസം. എന്താ വെച്ചെങ്കിൽ ക്രൗഡ് അങ്ങനെ ഒന്നുമില്ല, ഫുൾ പീസ്ഫുൾ. അങ്ങനെയല്ലേ സീറോ? അപ്പോൾ ഇതാണ് ആ മലമുകളിൻ്റെ കൂനിലൂടെ എന്നല്ലേ അങ്ങനല്ല പറയില്ലേ, കൂനിലൂടെ ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ്. നീ എന്തെന്ന് പാകൽ അറിയുന്ന കുണുക്കുണാക്കാൻ നിൽക്കുന്ന നീ അതെന്ന് വെച്ചെങ്കിൽ അപ്പോ ക്യാമറമാൻ ജിന്നാന്റെ പുറം ഇസ്മായിൽ ചാ അമറാത്ത് ഇസ്മായിൽ ഖത്തർ എല്ലാ ഓട്ട്ലാ ഗാഡിനാ ചന്ദക്കെ വാദി കബീർ സ്ട്രീറ്റ്. സോ മൈ ബ്രദർ ഈസ് സേയിങ് ഇതാണ് വാദി കബീർ. എൻറ്റയർ ഒമാൻ എവിടെ പോയാലും കാണുന്നത് വാദിയാണ്. പക്ഷേ സിറു പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഈ സീസണിലല്ല ശരിക്കും ഇവിടെ വരുന്നത്. ശരിക്കും ഈ ഒമാൻ അറിയപ്പെടുന്ന എങ്ങനെയോ വാദി ഹദായി, വാദി കബീർ, വാദി ഹത്താത്ത്, വാദി ഷബാബ്, ഓരോരോ ആർത്താർത്ത വാദിക്കുള്ള പേരാണ് ഈ നാട്ടിൽ ഈ ഓരോരു വിലായത്തിലേക്ക് തന്നെയുള്ള പേര്. വിലായത്തിലേക്കല്ല, ഓരോരു മറ്റേ എന്താ വില്ലേജ് എന്ന് അറിയുന്നില്ല അങ്ങനത്തെ. ഞാൻ കണ്ടെടുത്തോളം ഞാനിപ്പോൾ ആൾമോസ്റ്റ് GCCയിൽ എല്ലാ കൺട്രിയിൽ പോയി. ഓക്കെ, ഞാൻ കണ്ടെടുത്തോളം ഇത്രയൊരു നല്ല ജീവിക്കാനും നല്ലൊരു സുഖമുള്ളൊരു നാട് വേറൊരു നാടില്ല. എന്തോ എനിക്കൊന്ന് പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ ഷമിയെ, ഒമാനികള് നീ പറഞ്ഞ പോലെ പണ്ട് റസൂൽ പറഞ്ഞ അത് സംഭവം അത് എത്രയോ സത്യമാണ്. കാരണം എന്താ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഇവൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വേറൊരു നാട്ടിന്റെ വണ്ടി റസൂൽ പറഞ്ഞെന്തറിയോ, ഒരു സഹാബികള് ഇസ്ലാം പ്രഭവത്തിന് പോയിട്ടാകുമ്പോൾ അവിടുത്തെ ആൾക്കാരെ പിടിച്ചിട്ട് ഇവരെ മർദ്ദിച്ച്. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒമാനിലേക്കായിരുന്നു പോയിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ വർദ്ധിക്കില്ലായിരുന്നു, അവർ നിങ്ങളെ എന്താ പറയാ അറ്റാക്ക് ആക്കില്ല, അടിക്കില്ലായിരുന്നു, നിങ്ങളെ അവർ സ്വീകരിക്കുമായിരുന്നു. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഇവർ അത്രയും നല്ല മനുഷ്യന്മാരാണ്. ഇന്നലെ ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയാ വെച്ചെങ്കിൽ ഒന്നും ഞാൻ വണ്ടി ഓടിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ എക്സിറ്റ് ഒക്കെ മാറുമ്പോൾ അല്ല, നിങ്ങൾക്ക് കണ്ണിക്കുണ്ടാവും ചങ്ങായി. നിങ്ങൾ ഒന്നും അറിയാതെ വന്നിട്ട് എന്റെ റൂമിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടെണ്ണത്തിന്റെ അതിർപ്പത്തിന്റെ കളിയോ. ഞാനൊന്നും അറിയില്ല. ഞാൻ ഇന്നലെ നട്ടപ്പാത്രക്ക് 3 മണിക്ക് ഒന്ന് എത്തുമ്പോഴേക്ക് ഈറ്റിങ് ഞാൻ ലൊക്കേഷനും അയച്ചിട്ടില്ല, പേരും ഈറ്റിങ് വന്നിട്ട് എൻ്റെ ബാക്ക് മറ്റേ കുച്ചിലിന്റെ ബാക്കിൽ വന്നിട്ട് നിൽക്കണമെങ്കിൽ എന്താ അതിർപ്പത്തിന്റെ മനുഷ്യന്മാർ രണ്ടെണ്ണോ കയ്യിലെ മോനെ. എന്താ മൈസൂർ പറഞ്ഞ കുച്ചില്, കാസർഗോഡ് കുച്ചില്. ഓക്കെ, നീരായി. ഞങ്ങളവിടെ ബാത്റൂമിന് പറയുന്ന വേറൊരു സംഭവം ഉണ്ട്, അറിയാം എങ്ങനെ കുണ്ടോ എന്ന് പറയും. കുണ്ടോ. പക്ഷെ ഇപ്പോ ഞങ്ങളെ കൊടകിൽ കൂടുതൽ ആൾക്കാർ ആ സ്ലാങ് എല്ലാം മറന്നുപോയി. പക്ഷെ ഇപ്പോ ഉള്ള ജനറേഷൻ എല്ലാം മറന്നുപോയി. കുണ്ടോന്ന് പറഞ്ഞാല് കുളിക്കുന്ന സ്ഥലം. പിന്നെ കൊട്ടില് എന്ന് പറഞ്ഞാൽ കാസർഗോഡിലെല്ലാം മറ്റേ ഈ പോയി കേറുന്ന സ്ഥലത്തിന് തോന്നുന്നു കൊട്ടില് എന്ന് പറയും. കുച്ചില് എന്ന് പറഞ്ഞാൽ അടുക്കള മറ്റേ കിച്ചനാണ്. പിന്നെ വേറെന്താ പറയുന്നത്, നമ്മളവിടെ കയ്യാല എന്ന് പറയും. കയ്യാല എന്ന് പറയുന്നത് പോകുന്ന ഹാലിനാ, കേറുന്ന ഹാലിനാണ് കയ്യാല എന്ന് പറയുന്നത്. സാറ് അത് മറ്റേ ഇവിടെ നമ്മളെ അർബാബിന്റെ ഓളല്ലേ കന്നഡത്തില് കിച്ചൻ അടികമനെ അടികമനെ ഉടുക്കി. അത് ആ പോന്ന ആ സൈഡിലാണ് കടലിലാണ് ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നില്ല. അതുപോലത്തെ ബോട്ടിലാണ് ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നില്ല. വീടിന് നമ്മൾ ഒരു 25 കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളോട്ട് പോയാലേ എന്താവും ആ സംഭവം കാണാൻ കിട്ടും.
ഇപ്പൊ ഞമ്മ ഇപ്പൊ ഒരു 10 മിനിറ്റിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ ബോട്ടും പോയി കിട്ടു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബഹർ. എന്ത് 5 മിനിറ്റ്സ്? അൽബുസ്താൻ. ഇതാണ് നമ്മളെ ഡ്രൈബർ സ്പൽബർ. ഈ ബോട്ടിലാണ് ഇപ്പൊ നമ്മ പോകാനുള്ളത്. ഓ ചോരുന്നുണ്ടല്ലോ ബോട്ടിന്റെ അങ്ങനെ എത്തി. യാച്ചിലേക്ക് രാജു എടുത്തു കഴിഞ്ഞു. കാരണം ഈ ഒമാനിലത്തെ ലീവും കാര്യങ്ങളെല്ലാം അങ്ങനെ. ഒമാനിൽ ലീവ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ലീവ് മോനെ. ലീവ് അതേ സമയത്ത് സൺഡേ ആണ്, ഈദാണെങ്കിൽ 4 ദിവസം ലീവാണ്. 4 ദിവസം. ഇതിപ്പോ മൺഡേ ആയതുകൊണ്ട് ഒരാഴ്ച ലീവ്. കാരണം വെച്ചാൽ ഇപ്പോൾ നാളേക്ക് ലീവ് തീർന്ന് പിന്നെയും തേഴ്സ്ഡേ വീണ്ടും വീക്കെൻഡായി, ഫ്രൈഡേ സാറ്റർഡേ. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എന്താക്കി ലീവ് കൊടുത്ത്. നെക്സ്റ്റ് ഇനി വർക്കിംഗ് ഡേ മൺഡേ. ഓക്കെ. ഗോട്ട് ഇറ്റ്. ഇവിടുത്തെ ഈ റോഡില്ലേ, ഇവർ ഒരു യൂറോപ്യൻ സ്റ്റൈലില്ലേ, കംപ്ലീറ്റ് യൂറോപ്യൻ സ്റ്റൈല്. ഇതില്ല ശരിക്കും ഒരു ഇറ്റാലിയൻ സ്റ്റൈൽ. ഏത് ബോട്ട് പോയാ? അത് അങ്ങോട്ട് കാണിച്ചു വിട്രാ. ബോട്ട് പോയാ? ണോ വെറുതെ അല്ല പറഞ്ഞ യൂറോപ്പ് കംപ്ലീറ്റ് ഒരു യൂറോപ്പ് സ്ട്രക്ചറാണ് കംപ്ലീറ്റ്. ഇതാണ് ശരിക്കുള്ള ഒമാൻ നാച്ചുറൽ ബ്യൂട്ടി. ഇങ്ങൊരു പാട്ട്, കടലിന്റെ കര പോയോരെ എന്നിട്ട് പാട്ട് കേട്ടിട്ടില്ലേ? ഇപ്പൊ പോവാ നമുക്ക്. കടലിന്റെ കര പോയോരെ. ഓ യൊറെല്ലാം ഇതിന് വേണ്ടിട്ട് തന്നെ വന്ന ആളാന്ന് തോന്നുന്നു. അവൻ പോയി തിരിക്കുന്നുണ്ട്. ഇത് നേരത്തെ ബോട്ടില്ലേ, അത് ತಿರ್ಚು ಸಿರುಚೆ ಎಲ್ಲಿಗೆ ಪಯಣ ಡಾಲ್ಫಿನ್ ನೋಡ್ಲಿಕ್ಕೆ. ಇವತ್ತು ನಾವು ಡಾಲ್ಫಿನ್ ನೋಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀವಿ. ನಾವು ಫಸ್ಟ್ ಬುಕ್ ಮಾಡಿದ್ದು ಬೋಟ್ ಆಲ್ರೆಡಿ ಮಿಸ್ ಆಯಿತು. ಇವಾಗ ಸೆಕೆಂಡ್ ಬೋಟಲ್ಲಿ ಹೋಗ್ತಾ ಇದ್ದೀವಿ. ಫಸ್ಟ್ ಬುಕ್ ಮಾಡಿದ್ದು ನಮ್ಮ ಬೋಟು ಕ್ಯಾನ್ಸಲ್ ಆಯಿತು. ಇವಾಗ ಸೆಕೆಂಡ್ ಬೋಟಲ್ಲಿ ಹೋಗ್ತಾ ಇದ್ದೀವಿ. ಅಲ್ಲಿ ಲೆಟ್ಸ್ ಗೋ. ശംസി എങ്ങനെയുണ്ട്? അടിപൊളിയാ? അടിപൊളി. ഇനിയിപ്പോൾ ഒരു 10 കിലോമീറ്റർ ഇത് പോയാൽ നമുക്കിപ്പോൾ ഡോൾഫിന് മലമല്ല ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങും. മലമല്ല ഓരോന്നിങ്ങനെ പൊന്തുന്നല്ലോ. ഓക്കെ ലെറ്റ്സ് എൻജോയ്. ജോറി വന്ന് ഇവിടെ എത്തി, നമ്മളെ വിളിച്ച് എല്ലാം ഓക്കെ. നമ്മൾ ഞാൻ ഉറങ്ങി ഫോൺ എടുത്തിട്ടല്ല. ഇവൻ വന്നിട്ട് എന്റെ കുച്ചിലേക്ക് എത്തിയില്ല. അതാണ് പരന്ന ഭൂമിയും പായി നിറച്ച് നാവും കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് ഓടി എത്താൻ. അല്ല കൂടുതലൊന്നല്ല പറഞ്ഞു. അപ്പൊ നമ്മ ക്യാപ്റ്റൻ നമ്മളെ ഗുജു ഭായിന്റെ അപ്പുറം, ഗുജു അനീഫ് ഭായിന്റെ അപ്പുറം നമ്മ ആൾമോസ്റ്റ് നമ്മ എത്തിയിട്ടുണ്ട്. ഗുജു ഭായ്, അനീഫ് ഭായ്, ഇതാ ഇവിടെ ദാടാ. പൊരിക്കുന്ന മീന് ബാക്കിലുള്ള വിചാരം നല്ലോണം പൊരിച്ചുന്ന മീന് പൊരിക്കടാ. പക്ഷെ എന്താ ഞമ്മ എന്താ മാനന്തോ അടി തോന്നേ. ഞമ്മ അടുത്ത് തുള്ളിയാലും എന്തായിമാർക്ക് അല്ലേ? ആ എനിക്ക് തിരിച്ചു പോകാൻ അറിയോ?
മഞ്ചിലെത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമല അനഞ്ഞും കൊണ്ട് അതിർപ്പപ്പു പുതുമാരൻ ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ. അപ്പോൾ നമുക്ക് വന്ന സെക്കൻഡ് ഡെസ്റ്റിനേഷന് മറീന ബേ. ദിസ് ഇസ് കാൾഡ് മറീന. അപ്പോൾ സിറുച്ച വണ്ടിയെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് ഡോൾഫിൻ വാച്ച് ആയിട്ട്. ഇപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോണേ. സോ ഗായ്സ്, നമ്മൾ ഡോൾഫിൻ ഫൈനലി കാണൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഡോൾഫിൻ കാണാൻ സിങ്ക് ഹോൾ നജം പാർക്ക്. Najam Park Lake. We are heading to Najam Park. So guys, Siro. അപ്പോൾ നമ്മൾ സൂർ റോട്ടിൽ ഇപ്പോൾ വാദിഷബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഓക്കെ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ നജം പാർക്ക് എത്തും. ഓക്കെ, അപ്പുറത്ത് കാണുന്നുള്ളത് ബബിൾ ബീച്ച് അല്ലേ? സോ ഗായ്സ്, നമ്മളിങ്ങനെ വന്ന് അൽസൂർ റോട്ടിൽ ഇങ്ങനെ ഉണ്ട്. അൽസൂർ അല്ല, നമ്മളെ ബാംഗ്ലൂർ അൽസൂർ അല്ല അല്ലേ? സൂർ റോഡ്, മസ്കത്ത് സൂർ റോഡ്. നോ നിയർ ടു നജം പാർക്ക്. So the destination which we told you before, ഏത് നമ്മുടെ നജം പാർക്ക്, സിങ്ക് ഹോൾ, ഉൽക്ക വീണ സ്ഥലം. അപ്പോൾ ഇൻ ബിറ്റ്വീന് പോകുന്ന വഴിയിൽ ബബിൾ ബീച്ച് അല്ലേ? ബബിൾ ബീച്ച് ഇങ്ങനെ നമ്മളെ ഒരു വഴിയിലൂടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നീ ഇപ്പൊ കൊറേ ഗൾഫിൽ കുറെ ജാഗയിൽ പോയില്ലേ? പക്ഷെ ഒമാന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതാണ്. ഇപ്പൊ നോക്ക്, ഇത് ഇങ്ങനെ ഈ ഒരു ഇതില് നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ? ശരിക്കും പറയാൻ നാട്ടിൻപുറത്തുള്ള ആ ഒരു ഇത്. ഇപ്പൊ ഇത് ബീച്ചിന്റെ സൈഡ്. ഇപ്പൊ നമ്മൾ പോകുന്ന നജം പാർക്കിലേക്ക് ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ ടെൻഡലിട്ടിട്ട് അങ്ങനെയല്ലോ നമുക്ക് കോഴിയെല്ലാം കാച്ചിട്ടല്ലേ കാച്ചിട്ടല്ലേ തിന്നാം. ഇവിടെ കണ്ട, ഇതാണ് ഇവിടുത്തെ ഈ ഒഴിവ്. സിരോ എവിടെയുള്ള ബ്രോ ഇത്? അപ്പോൾ ഇത് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നജം പാർക്ക്, പിന്നെ സിങ്ക് ഹോൾ എന്ന് പറയും, പിന്നെ ഉൽക്ക വീണിട്ട് വലിയ കുണ്ടായത്. സംഭവം കുറെ പറയാനുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവ എല്ലാവരും കേൾക്കൂല. വാർത്തയൊക്കെ അന്ന് പോകുന്നുണ്ട്. അവിടെ എന്ത് സാധനം ഒന്നും പോയിട്ട് കളിക്കാം. വാവ് ഗൈസ്, ഫൈനലി നമ്മൾ സിങ്ക് ഹോളിൽ റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മുന്നേ വന്ന കുറേ ടീമൊക്കെ മുകളിൽ നിന്നൊക്കെ ചാടിക്കുളിയും നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ അതേ അവസ്ഥ തന്നെ. ഗൈസ്, വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ്. ഇതാണ് ലാസ്റ്റ് സീനറി. സോ നമ്മളൊരു സീനൊക്കെ പിടിച്ച് ബക്കത്തിരുന്നൊരു സീനൊക്കെ പിടിച്ചിട്ട് We are winding up the day. ഡയറക്റ്റ് ഓഫീസ് അസ്സലാമലൈക്കും. ഖത്തറിന്നും ഒമാനിന്നും ഇസ്മായിലിക്കുന്ന കാര്യം സാധനമൊക്കെ റെഡി. എന്താ ഞങ്ങൾ പോന്നു ബ്രോ.